ഹായ് ഫ്രണ്ട്സ്, ഐ ആം മുഹമ്മദ് അലി, നോളജ് ഗുരു. ഇന്ന് ഞാൻ ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടുണ്ട്. അതായത് പുതിയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, പിന്നെ അടുത്ത വർഷത്തിലെ ഒരു വീഡിയോകൾ വരുന്നത് ഓരോ അവയവങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മൊത്തത്തിലുള്ള മെറ്റാബോളിസം അത് മാനേജ്മെൻറ്റ് ചെയ്താൽ അത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫൻസിന് പ്രാപ്തമാകും. വൈറസിനോ ബാക്ടീരിയയോ ഫംഗസിനെ ഒന്നും നമ്മൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അവരെയൊക്കെ ഈ ഡിഫൻസ് സിസ്റ്റം കൈകാര്യം ചെയ്തോളും എന്ന് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ദിവസത്തിന് പിന്നീട് പറഞ്ഞത്, അടുത്ത ദിവസം മുതൽ ഓരോ ഓർഗൻസ്, ഓരോ അവയവത്തിനെ കുറിച്ച് ആണ് സംസാരിക്കാൻ. രണ്ടാമത്തെ ഇന്നത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് ലങ്സ്, ശ്വാസകോശം. ഈ കോവിഡിൻ്റെ വിഭ്രാന്തിയിൽ ഇരിക്കുന്ന നമ്മൾ വാക്സിനൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അതൊക്കെ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. അത് ആദ്യ ദിവസം കഴിഞ്ഞ് 28 ദിവസം വരെ വീണ്ടും മാസ്കൊക്കെ ധരിച്ച് ഇതുപോലെ തന്നെ സാനിറ്റൈസേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ഡോസ് വെക്കണം. അത് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഈ ഇമ്മ്യൂണിറ്റിയാണ്, പിന്നെ പേടിക്കാനില്ല. എന്നാൽ ഇതിനെ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കി ഒരു കാര്യമില്ല. ഇത് ലങ്സിനെ ബാധിച്ച് നമുക്ക് വേണ്ടത്ര ലങ്സിൽ ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരവസ്ഥ, അപ്പോൾ വെൻറ്റിലേറ്ററിലിടേണ്ട ഒരവസ്ഥ, അങ്ങനെ ഒക്കെ വരുന്നുണ്ട്. ചിലപ്പം ആ ലങ്സിനെ ബാധിച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന രീതിയിൽ ന്യൂമോണിയ വരും. അപ്പോഴാണ് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ടെങ്കിൽ പരിശോധിച്ച് ന്യൂമോണിയ ആണത്, ആ ന്യൂമോണിയക്കുള്ള ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കണം. അല്ലാത്ത പക്ഷം വല്ല വൈറ്റമിൻ സി, പിന്നെ പാരസെറ്റമോളിൻ്റെ ആവശ്യം വന്നാൽ അത്, അങ്ങനെയുള്ള ഒരു വൈറ്റമിൻ കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്ന ഉപരിയായിട്ട് മറ്റൊന്നുമില്ല. നല്ല ഫുഡ് കഴിക്കാം. 14 ദിവസമൊക്കെ കഴിയുമ്പോഴത് ശാന്തമാകുന്നത്. ഈ ഒരു മാനേജ്മെൻറ്റിലാണ് ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കാര്യക്ഷമമായിട്ട് ഇന്ത്യ നല്ല മാനേജ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളം. അതൊന്നും തർക്കമില്ല. നമുക്കിപ്പോൾ ഒരു വർഷത്തോളം ഇത് അനുഭവിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പേടിയില്ലാത്ത രീതിയിലായിട്ടുണ്ട്. അങ്ങനെ മാസ്കൊക്കെ ധരിച്ച് നടക്കുന്നത്, ഇപ്പോൾ ആളുകൾ മാസ്ക് ധരിച്ചാലും അത് ഇറക്കി വെച്ച് ഇങ്ങനെ ഇറക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ത്രൂ ഔട്ട് മാസ്ക് തന്നെ ഇട്ടിട്ട് വേണം. കൂട്ടം കൂടി സ്ഥലത്തൊക്കെ പോകാതെ അത് ഇനിയും സൂക്ഷിക്കണം. വാക്സിൻ വന്നു കഴിഞ്ഞാൽ വാക്സിൻ്റെ 2 ഡോസും കഴിയുന്നവരെ, അപ്പോൾ ഏകദേശം ഒരു 2 മാസം വാക്സിൻ എടുത്തതിന് ശേഷം 2 മാസം കൂടിയുണ്ട്. നമുക്കൊക്കെ വാക്സിൻ കിട്ടാൻ മുറയനുസരിച്ച് വരുമ്പോൾ അതിനുള്ള മാസങ്ങളുണ്ട്. അപ്പോഴേക്ക് ഈ പഴയ വിഭ്രാന്തി ഓട്ട വരണിടത്ത് വെച്ച് കാണാം എന്ന് കളയാനൊക്കത്തില്ല. അപ്പോൾ ഇത് കോവിഡ് വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട. ഇത് ആർക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്? ഈ ശ്വാസകോശത്തിന് പ്രശ്നമുള്ള ആൾക്കാണ്. അതാണ് ഞാനീ പറയാൻ പോകുന്നത്. ശ്വാസകോശത്തിൽ പ്രശ്നം, അതിന് പ്രായഭേദമന്യേ പ്രായമുള്ളവർക്ക്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക്, ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക്, ഇവർക്കൊക്കെ പ്രശ്നമാണ് എന്നൊരു വെപ്പുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഡയബറ്റീസ് ഉള്ള ആൾക്ക് ഏത് സൂക്കേട് വന്നാലും അത് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോകും. ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളത് ആ ഒരു സത്യമല്ലാതെ അതിൽ കൂടുതലായിട്ട് കോവിഡിന് ഡയബറ്റീസ് ഉള്ള ആൾ ഹാർട്ടുകാരാണ്, അങ്ങനെയില്ല. പ്രായമുള്ള ആൾക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഏത് സൂക്കേട് വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് കോംപ്ലിക്കേഷൻസ് ആയി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രായമായവർ. ഈ ചിലപ്പോൾ ചെറുപ്പക്കാരെന്ന് പറയുന്നത് പ്രായമായവരുടെ അത്ര ഒരു ഓർഗൻസിൻ്റെ ഹെൽത്ത് ഇല്ലാത്ത ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കും വരില്ലേ. അപ്പോൾ അങ്ങനെ അല്ല നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ എന്നാലും സീനിയർ സിറ്റിസൻസിന് ഒരു മുൻഗണന നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ആയിട്ട് കണക്കാക്കി. ഇവിടെ സീനിയർ സിറ്റിസൺ
ജൂനിയർ സിറ്റിസൺസ് ഒന്നും നോക്കാതെ പൊതുവായിട്ട് രോഗത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇതിലൊക്കെ റിസ്ക് ഫാക്ടർ ഉള്ളവരൊന്നും ഒരു വെപ്പ്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് നമുക്ക് പ്രശ്നമില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഈ ലങ്സിനെ ഈ കോവിഡ് ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ന്യൂമോണിയ എന്ത് സൂക്കേടും ലങ്സിൻ്റെ സൂക്കേട് ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ എന്തുണ്ടാകണമെന്ന് അറിയാം. ഈ ലങ്ങിലുണ്ട്, പിന്നെ അതുകൂടാതെ ഈ ആർട്ടറീസ്, കാപ്പിലറീസ്, ലങ്സ്, മസില്, സ്കിന്ന്, ഇതിലെല്ലാം അതിൻ്റെ ഉൾഭാഗത്തിൽ സർഫസിൽ ഉപരിതലത്തിലായിട്ട് ബ്ലഡ് വെസൽസിൽ അതിനെ കവർ ചെയ്ത് ആ ലിംഫാറ്റിക് ബ്ലഡ് വെസൽസിലും കവർ ചെയ്തിട്ട് ഒരു എൻസൈമുണ്ട് ആ RG9 എന്നാണ് ഇതിൻ്റെ പേര്. ഈ എൻസൈം എന്ത് ചെയ്യാം, ഈ ലൈനിങ് എൻസൈമുണ്ട്. ഈ എൻസൈം എവിടെ ഇരിക്കുന്നത്? ഈ ആർട്ടറി, കാപ്പിലറീസ്, വെയിന്, ലങ്സിൻ്റെ മസില്, സ്കിൻ, ഇതിൻ്റെ എല്ലാം ആവരണമായിട്ടുള്ള സെല്ലിന് എപ്പിത്തീലിയം സെൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എപ്പിത്തീലിയം സെല്ല് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് നൈട്രിക് ഓക്സൈഡ് എന്നാണ്. NO2 പറഞ്ഞാൽ നൈട്രൈറ്റ് ആയിപ്പോകും. അപ്പോൾ ഈ NO ആയിട്ട് കിട്ടാം. ഈ NO ആയിട്ട് നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല. ഈ NO നമ്മൾ ശരീരം തന്നെ ഈ എപ്പിത്തീലിയം സെല്ല് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിൻ്റെ പ്രസൻസിലാണ്, എന്തുണ്ടാകുമ്പോഴാണ് ആർജൻറ്റൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ എപ്പിത്തീലിയം സെല്ലിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകും. ഇതുണ്ടായാൽ മതി. ഇപ്പോൾ ലങ്സ് കുട്ടപ്പനാണ്. പിന്നെ അതിന് കോവിഡിനല്ല, ഏത് വൈറസിന്, ഏതെങ്കിലും പല ടൈപ്പിനും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവരൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഈ ലങ്സിനാണ് കയറി പിടിക്കുന്നത്. എന്നുവെച്ചാൽ തുടക്കത്തിലെ ഭാഗം അതായതുകൊണ്ടാണ്. അപ്പോൾ അത് പോകാനായിട്ട് എളുപ്പമാണ്. അല്ല ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വിഴുങ്ങിപ്പോണല്ലോ, അതില്ല. അല്ലെങ്കിൽ സലൈവാൽ തുപ്പലിൽ കലർന്നിട്ട് അത് വിഴുങ്ങിപ്പോയി അങ്ങോട്ട് വരണം, അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഇത് വന്ന ഉടനെ തന്നെ എളുപ്പമായിട്ട് ഇതെന്തായാലും ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ വന്നാൽ ലങ്സിന് സൂക്കേട് വരുന്നു. ആ ലങ്സിന് സൂക്കേട് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല. അത് നമുക്കൊരു ചെറിയൊരു അസ്വസ്ഥതകൾ, ഒരു തൊണ്ടക്ക് ഉഴപ്പിടുത്തം, ചെറിയൊരു കാറ് ചുമയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലർക്കും പല ഇത് വരുന്നുണ്ട് അവരുടെ സിസ്റ്റം അനുസരിച്ചിട്ട്. അങ്ങനെയുള്ള നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇന്നതാണെന്ന് ഒന്ന് തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത്. ചില ആൾക്ക് ലക്ഷണവും കാണുന്നില്ലല്ലോ. അപ്പോൾ അവിടെയൊന്നുമല്ല വിഷയം. ലക്ഷണം ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ഇത് ലങ്സിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയുന്നില്ല. അപ്പോൾ കയറിക്കഴിഞ്ഞാൽ ലങ്സിൽ അത് ലങ്സ് തന്നെ പ്രതിരോധിക്കണം. ഏതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നെ ഒരടി അടിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നടക്കണമല്ലോ. നിങ്ങൾ നടക്കാൻ പറ്റുമോ? നിങ്ങൾ അവിടെ നിൽക്കുന്ന ആൾ. എന്നെ ഒരാളടിക്കാൻ വേണ്ടി നിങ്ങളപ്പുറത്ത് ഇവിടെ നിൽക്കുന്ന ആൾക്ക് നടക്കാൻ ഒക്കില്ല. എനിക്കിട്ട് ഒരു അടിക്കണമെങ്കിൽ ഞാൻ തന്നെ നടക്കും. അപ്പോൾ തടക്കാനുള്ള ശേഷിയാണ് ഈ എപ്പിത്തീലിയം സെൽസിൽ നൈട്രിക് ഓക്സൈഡ് NO എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ ഈ സാധനത്തിന് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ന്യൂമോണിയ ആയതും ആയിക്കോട്ടെ. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജനറ്റിക്കായിട്ടാണ്, ഓരോരുത്തരുടെ ജീൻസനുസരിച്ചിട്ട് അതുണ്ടാക്കുന്നത്. ചില ആളുകൾക്ക് ഈ നൈട്രിക് ഓക്സൈഡ് എപ്പിത്തീലിയം സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കൂടുതൽ അളവിലായിരിക്കും. അവർക്കൊക്കെ നല്ല ഡിഫൻസിന് ഉള്ള കപ്പാസിറ്റി ഉണ്ട്. ചില ആളുകൾക്ക് അതില്ല, കുറവായിരിക്കും. ചില ആളുകൾക്ക് തീരെയില്ല, അവിടെ നാമമാത്രമായിട്ടുണ്ടാവുള്ളൂ. ആ നാമമാത്രമായിട്ടുള്ള ആൾക്ക് ഈ കോവിഡ് വൈറസ് കയറി കഴിഞ്ഞാൽ അവിടെ കയറി പിടിക്കും. അവർക്ക് ഓക്സിജൻ്റെ പ്രോബ്ലം ഉണ്ടാവും, ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, വെൻറ്റിലേറ്ററിൽ വരും. അല്ലാതെ കുറച്ചുകൂടി ഭേദമായിട്ടുള്ളവരാണെങ്കിൽ അവർ പിടിച്ച് നിൽക്കും. അപ്പോഴത്തേക്ക് നമ്മൾ വെൻറ്റിലേറ്ററിലിട്ട് കഴിഞ്ഞാലും ശരിയായി കിട്ടും. മറ്റേ തീരെ ഇല്ലാത്ത ആളുകളുടെ കാര്യം പോക്കാവും. വെൻറ്റിലേറ്ററിലിട്ടാലും അത് കഴിഞ്ഞ് അടുത്ത് ഒന്ന് ആൾ മരിച്ചു. അപ്പോൾ നമ്മൾ ഈ ലങ്സിൻ്റെ ഹെൽത്ത് ഉണ്ടാക്കിയിരിക്കണം. അതിന് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഈ ലങ്സിലെ എപ്പിത്തീലിയം കോവിഡിൻ്റെതായിട്ട് പറയുമ്പോൾ ഞാൻ എപ്പിത്തീലിയം സെല്ലുള്ള എല്ലായിടത്തുമുണ്ട്. ഈ ലങ്സിലുള്ള എപ്പിത്തീലിയം സെല്ല്, ആ സെല്ല് അത് തന്നെ അതിൻ്റെ പ്രതിരോധത്തിനായിട്ട് അതൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണത്? NO.
നൈട്രിക് ഓക്സൈഡ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, ആർജിനൈൻ, എന്ന് എത്രയോ വർഷങ്ങൾ മുമ്പ് എത്രയോ വർഷങ്ങൾ മുമ്പ് ഡോക്ടർ ലവ് ഇഗ്നാറോ, നോബൽ പ്രൈസ് വിന്നറാണ്, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. നൈട്രിക് ഓക്സൈഡ് കണ്ടുപിടിക്കുന്നത് ഇദ്ദേഹമാണ്. അന്ന് തന്നെ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 10-20 വർഷമൊക്കെ ആകുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ ഡോക്ടർമാർക്കും ഇത് ഉണ്ടെങ്കിലും അവരിത് ചെയ്യാൻ പറ്റും. ഈ കാര്യം മനസ്സിലാക്കിയാൽ നൈട്രിക് ഓക്സൈഡ് കൊടുക്കാനും നോക്കില്ല, ഇത് നമുക്ക് ലഭ്യമല്ല. അന്തരീക്ഷത്തിൽ നൈട്രേറ്റ് ആയിട്ടാണുള്ളത്, NO2 ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയില്ല. തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഈ എപ്പിത്തീലിയൽ സെല്ല് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മുടെ എപ്പിത്തീലിയൽ സെല്ലിൽ നമ്മൾ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എപ്പിത്തീലിയൽ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ചാണ്, അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് എല്ലാം ഉണ്ടെങ്കിലും ഇതിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുമോ? മരുന്നായിട്ടുണ്ടോ? ഇല്ല, മരുന്നായിട്ടില്ല. ഒരു സിസ്റ്റത്തിലില്ല. ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ, ആയുർവേദത്തിൽ, ഹോമിയോപ്പതിയിൽ ഒന്നിലും മരുന്നായിട്ടില്ല. ഇപ്പോൾ തീർന്നില്ല. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ആ കാര്യത്തിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ട എന്നൊരവസ്ഥയിൽ. എന്നാൽ ഇപ്പോൾ നമുക്കൊന്നും കൂടി ചിന്തിച്ചാൽ, ഞാൻ ഡോക്ടർമാരെ കൂടി കേൾക്കാൻ പറയുന്നത്, ഒന്നും കൂടി ചിന്തിച്ചാൽ നന്നായിരിക്കും. അല്ല, നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ നിങ്ങൾക്കറിയാലോ അങ്ങനെ ചെയ്താൽ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ലീഫി വെജിറ്റബിൾ പരിഹാരം എന്ന് പറയുന്നത് ലീഫി ഫുഡ്, ഇലക്കറികൾ. അതിൽ പ്രത്യേകിച്ചും നമ്മൾ സ്പിനാച്ച്, SPINACH, സ്പിനാച്ച് എന്ന് പറയും, കെയിൽ, ഇത് നിങ്ങൾ കഴിക്കാം. ഈ കോവിഡ് വന്ന ആളുകൾക്കുണ്ട്. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നിങ്ങൾ നാളെ മുതൽ തന്നെ കഴിച്ചു തുടങ്ങിക്കോ. ലീഫി വെജിറ്റബിൾ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതാകും. അങ്ങനെയല്ലേ പറയുന്നത്. നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ. നിങ്ങൾക്ക് എത്ര പോരാൻ പറ്റുന്നത് നിങ്ങൾക്കും എനിക്കോ ആർക്കും ഡോക്ടറിനാർക്കും അറിയാനും പറ്റുമോ? ടെസ്റ്റ് ചെയ്തൊന്നും നോക്കാനൊക്കത്തില്ല കേട്ടോ. ക്ലിനിക്കലായിട്ട് ഫൈൻഡ് ഔട്ടൊന്നും ചെയ്യാനില്ല, കൊറോണ കൂടെ ഉണ്ടോന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങ് കഴിച്ചു തുടങ്ങിക്കോ. അപ്പോൾ നിങ്ങൾക്ക് അത് എത്ര ദിവസം കഴിക്കുന്നു, ഏതെങ്കിലും ഒരു വയറ് അഥവാ കയറിയത് വെച്ചോ നിങ്ങളുടെ ശരീരത്തിൽ. ഒരു 15 ദിവസം നിങ്ങൾ കഴിച്ചതിന് ശേഖരമാണെങ്കിൽ അവന് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടായി. 15 ദിവസം അത് കഴിച്ച് കഴിഞ്ഞാൽ ശക്തിയാവും. അങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് തെളിഞ്ഞോ? അല്ല, എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇപ്പോഴാണിത് മനസ്സിലാക്കുന്നത്. എനിക്കറിയാമായിരുന്നു, ഞാൻ മറന്നുകൊണ്ടിരുന്ന വെച്ചാണ്, ഞാൻ മറന്നുപോയി. ആ പ്രൊഫസർ നോബൽ പ്രൈസ് വിന്നറിൻ്റെ പേരും മറന്നുപോയിട്ട്. ഞാനിപ്പോൾ പെട്ടെന്നാണ് ഞാനൊരു റെഫർ ചെയ്യേണ്ടി ചെയ്തത്. പലരും റെഫർ ചെയ്ത് വന്നപ്പോൾ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇത് മതിയായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർമാർ പലരും ഇത് വായിച്ചിട്ടും എല്ലാം പഠിച്ചിട്ടുണ്ടാവും, അവർക്ക് മറന്നു പോയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവരെയും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ നമ്മുടെ ഒരു കുഞ്ഞ് ആളുടെ ഒരു ഉപദേശമോ അല്ല ഓഥോറിറ്റി എന്ന രീതിയിൽ അതിങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് അവർ ചിന്തിക്കും. അത് ചിന്തിച്ചാൽ അവർക്ക് ഡോക്ടറിനെ ചികിത്സിക്കാൻ പറ്റും. ചികിത്സ ആർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ കെയിലോ സ്പിനാച്ചോ കഴിക്കണം, നിർബന്ധമായിട്ട് കഴിച്ചോ. നമ്മൾ വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് നമുക്ക് പ്രതിരോധ ശക്തി വന്നിട്ട് അതിൻ്റെ വേറെ ഗവൺമെൻറ്റെല്ലാം ശരിയാക്കുന്നുണ്ടോ അതും അനുസരിക്കാം. പക്ഷേ ആ മാസ്കും എല്ലാം കെട്ടി വെച്ച് നിങ്ങൾ അടുത്ത ദിവസം മുതൽ ഇലക്കറികൾ സ്പിനാച്ച്, SPINACH, ലുലു മാലൊക്കെ പോയി കാണാം അവിടെ വെച്ചേക്കട്ടെ. ഒരു സാധാരണ പച്ചക്കറിക്കടയിൽ ചിലപ്പോൾ ചിലതിലൊക്കെ കാണാറുണ്ട്. കെയിൽ എനിക്ക് സ്പിനാച്ച്, ഇത് രണ്ടാണ് വേണ്ടത്. ഇനി അല്ലാതെ തന്നെ ബാക്കി എല്ലാ ഇലക്കറികളും നിങ്ങൾ ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കാൻ എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോവിഡിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ട് എന്ത് പറ്റും? കോവിഡ് ഉണ്ടായിക്കിട്ട് നമുക്ക് ലങ്സിന് പ്രോബ്ലം വരുന്നത്, അതിനെ നമുക്ക് ഇല്ലാതാക്കണം. ഇതൊരു കാര്യമാണ് പറഞ്ഞത്. ഇത് പുറത്ത് കഴിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും കോവിഡ് വരാൻ കാരണം എന്താണ്? നമ്മളെല്ലാവരും ഈ ശ്വാസം എടുക്കുന്ന വായിക്കൂടി എന്നല്ല, ഞാനിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. വായിക്കൂടി എന്നല്ല ശ്വാസം എടുക്കേണ്ടത്, മൂക്കിലൂടെയാണ്. നിങ്ങൾ വായ പൂട്ടി വെക്കണമെന്ന്. ആ റോഡിൽ കൂടെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ ആക്കെ ഇങ്ങനെ പണോളെന്ന് വർത്താനം പറഞ്ഞു എന്ന് പിന്നെ അവിടെ കൊടുക്കും. അത് നിർത്തണം. ആ പരിപാടി നിങ്ങൾ നിർത്തണം. അന്ത്യമാണ്. നമ്മൾ ബ്രീത്ത് ത്രൂ മൗത്ത് കൊണ്ടാണ് നമ്മുടെ ഈ നൈട്രിക് ഓക്സൈഡ് ഇല്ലാതായി പോണത്. ഈ എപ്പിത്തീലിയൽ സെൽത്തിൽ ഇതുകൊണ്ട് നമുക്കുള്ള ആളുകൾ നമ്മളെന്താണ്
നമ്മളത്ര ശ്രദ്ധിക്കുന്നത് നമ്മൾ വായിക്കൂടെ ശ്വാസം എടുക്കുന്നത് അത് നശിച്ചു പോകുന്നു. അപ്പോൾ കോവിഡ് എന്നല്ല ഏത് വൈറസ് വന്നാലും കയറും. വൈറസല്ല ബാക്ടീരിയയും കയറി ഈ ലങ്സിനെ ട്രബിൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പാടില്ല. ശ്വാസം വിടുന്നത് വായു കൊണ്ടുവിടാം. ഓക്കെ. ഇപ്പം മൂക്കിലൂടെ ശ്വാസം എടുത്താൽ നമുക്ക് ഓക്സിജൻ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും കയറി പോകുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഈ നൈട്രിക് ഓക്സൈഡ് നഷ്ടപ്പെടാതിരിക്കും. ഇപ്പോൾ ഈ സിരസിൽ മൂക്കിൽ കൊടുത്ത് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യമായി നിങ്ങൾ ശ്രദ്ധിക്കും. നാളെ വല്ല വേണ്ട മൂക്കിൽ കൊടുത്ത് നിർത്താൽ മതി. അതിന് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവും, ഇച്ചിരി അസൗകര്യം തോന്നുന്നുണ്ടോ, അത് പിന്നെ ശീലമായിക്കോ. ഞാൻ മൂക്കിൽ കൂടെ നടത്തുന്നു. ഇനി വേറൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇതിന് മുമ്പ് തന്നെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രീത്തിങ് എക്സസൈസ്. അത് നമ്മൾ മസ്റ്റായിട്ടുണ്ട്. അതിലെന്താണെന്നറിയോ, നമ്മൾ ഈ മൂക്കിൽ കൂടുന്നങ്ങ് ശരിക്കുന്നുള്ള ഫോഴ്സിലെടുത്ത് വെക്കും, പിടിച്ചു നിർത്തുകയും പിന്നെ അത് വാ തുറന്ന് എന്ന് വിടുമ്പോൾ ഒരു പ്രൂണിങ് എന്ന് പറയുന്ന പരിപാടി. ഇപ്പോൾ ലങ്സിൽ തന്നെ കോവിഡ് വന്ന ആളുകൾക്ക് അവർക്ക് ഈ വെന്റിലേറ്ററിലൊക്കെ കയറാൻ വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ അതായത് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഈ ലങ്സിൻ്റെ ഒരു അടിഭാഗത്തു നിന്ന് ഒരു ത്രസ്റ്റ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അടിഞ്ഞ ഈ കഫങ്ങളുടെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു എക്സസൈസ് ഉണ്ട്. അത് ജർമ്മനിയിലേക്ക് ഒരു നോക്കി ഫലപ്രദമായി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ മുസ്ലിങ്ങൾ സാഷ്ടാംഗം നമസ്കരിക്കില്ലേ, അതുപോലെ ആയിട്ട് ഇങ്ങനെ കിടന്നിട്ട് വയറിരിക്കാൻ പുറത്ത് വെച്ചിട്ട് ശ്വാസം എടുത്തിട്ട് ശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര തവണയെന്നൊന്നും തന്നെ അറിയില്ല, എത്ര തവണ ഞാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ ചെയ്തോളൂ, ആകുന്നത്ര നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആ എക്സസൈസ് മസ്റ്റാക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കെയിലോ അല്ലെങ്കിൽ സ്പിനാച്ചോ ഡെയിലി കഴിച്ചു. ഇപ്പോൾ കോവിഡ് പറഞ്ഞാൽ കോവിഡൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസമൊക്കെ കഴിച്ചാലും മതിയാവും. പക്ഷേ അല്ലെങ്കിൽ ഈ സ്കെയിലോ സ്പിനാച്ച് കിട്ടിയില്ലെങ്കിൽ അതിപ്പോൾ 2 ദിവസം കിട്ടുള്ളൂ. ബാക്കി ദിവസങ്ങൾ സാധാരണ ഈ വയലറ്റ് കളർ ചീര, പച്ച ചീരയൊക്കെ ഉണ്ട്, അത് കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ എന്തായാലും നിങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് വരെ തുടങ്ങിക്കോ, നിങ്ങൾ ഇലക്കറി ഉൾപ്പെടുത്തുക. അത് കോവിഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് സ്പിനാച്ചും കെയിലും ഇത് നിങ്ങൾ പതിവായിട്ട് കഴിക്കാൻ. വയറ് നിറയുമല്ലോ, ഇത്തിരി ചോറ് അതിന് പകരം മതി ഇന്ന്. അപ്പോൾ അരിയുടെ വില കാശ് ലാഭമില്ലേ, കുറച്ചത് ചെല്ലട്ടെ. അപ്പോൾ ഇങ്ങനെ 2 കാര്യം നിങ്ങൾ ചെയ്യുക. 3 കാര്യം, വായിൽ കൂടി ശ്വാസം എടുക്കരുത്, മൂക്കിലൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഒരു ഈ സെക്കൻഡ് വെച്ച്. പിന്നെ നിങ്ങൾ കെയിലോ സ്പിനാച്ചോ കഴിക്കാം ഒരു ദിവസം ഒരു പ്രാവശ്യം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാത്രി കിടക്കാൻ നേരം നിങ്ങൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ 3 സാധനം ടേക്ക് ഇറ്റ് ഫ്രം മീ. നിങ്ങൾക്ക് ലങ്സിന് കേട് വരത്തില്ല. കോവിഡ് കയറിയാലും നിങ്ങളുടെ ലങ്സിന് കയറി വരത്തില്ല, ഉറപ്പാണ്. ഇത് ചെയ്ത് ഭയങ്കര അഗ്രഗണ്യമായിട്ട് ഡോക്ടറാണ് കേട്ടോ. എനിക്കോ അങ്ങനെ എന്തല്ല ഒരു റിസർച്ചറാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ നൈട്രിക് ഓക്സൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം ഗുണങ്ങളുണ്ടാവുമെന്ന് കൂടി ഉണ്ട്. അതുകൊണ്ട് ഇത് മാത്രത്തിനല്ല കേട്ടോ. അത് നമ്മൾ അതർ ഡിസീസസ്, ഏത് ഡിസീസ്, HBP ഹൈ ബ്ലഡ് പ്രഷർ, അത് കുറക്കും. നമ്മൾ ഈ കെയിലോ സ്പിനാച്ചോ കഴിക്കുക, മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഹൈ BP ഉണ്ടാവും. ഹൈ BP എന്ന കൊറോണറി ആർട്ടറി ബ്ലോക്ക്, കൊറോണറി ഹാർട്ടിൽ ബ്ലോക്കും വരത്തില്ല. പിന്നെ ലോ BP LBP ഉണ്ടായി സ്ട്രോക്ക് അതുണ്ടാകില്ല. ഇനി 3 ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. പുരുഷന്മാർക്ക് ഉദ്ധാരണ ശക്തി ലൈംഗികമായിട്ടുള്ള കാര്യമാണ്. ഉദ്ധാരണശേഷിയില്ല, സങ്കടപ്പെടുന്നുണ്ട്, ഉള്ള പരസ്യങ്ങളൊക്കെ കാണും. 7 ദിവസത്തിനാണ് ഉദ്ധാരണശേഷി എന്ന് പറഞ്ഞ ആയുർവേദം എന്താ എനിക്കറിയാൻ. അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ കെയിലോ സ്പിനാച്ചോ കഴിക്കുക, മൂക്കിൽ കൂടി മാത്രം ശ്വാസം എടുക്കുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കുറേശ്ശായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരും. ഡിസ്ഫങ്ഷൻ മാറിക്കിട്ടും, ഫങ്ഷനിങ് ആവും. പിന്നെ ഇനി അത് സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഇറക്ടൈൽ ഇല്ലല്ലോ, അപ്പോൾ അവർ ലാക്ക് ഓഫ് എറോസൻ, സെക്ഷൽ ആ ഫീലിങ് വന്ന് അതിൻ്റെ സജ്ജമാകുന്ന ആ ഒരു സംഭവം ഉണ്ടാകുന്നത് അതല്ല, ഒരു തണുപ്പ ടൈപ്പില്ല, അത് മാറിക്കും. ഇനി വേറെ കാര്യം, കുട്ടികൾക്കും പഠിക്കുന്ന ആളുകൾക്കും അവരെ മെമ്മറി വർദ്ധിക്കും. സ്പിനാച്ചും കെയിൽ കഴിക്കുക,
മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുക. പിന്നെ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിക്കും, ഒരുപാട് മാർക്ക് കിട്ടും. ലേണിംഗ് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകും. ഇങ്ങനെ ഒരു വന്ന ബുദ്ധി തോന്നും, അത് മാറിക്കിട്ടും. ഇതാണ്. അപ്പോൾ റീകാളിങ്, നമുക്ക് പഠിച്ചത് ഓർക്കാൻ പറ്റാത്തത് ഈ ലാക്ക് ഓഫ് നൈട്രസ് ഓക്സൈഡാണ്. ഇത് ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ള എൽഡർലി പീപ്പിൾ, വയസ്സന്മാർ, പ്രായമായിട്ടുള്ള ആൾക്ക് ഡയബറ്റീസ് ടൈപ്പ് 2 ഉണ്ടെങ്കിൽ അവർക്ക് അത് മാറിക്കിട്ടും, കുറച്ച് ശാന്തത കിട്ടും. ഡയബറ്റീസ് മാറ്റാനുള്ള മരുന്നൊന്നുമില്ല. മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുക, ഈ ഇലക്കറി കഴിക്കുക, കേയില സ്പിനാച്ച് കഴിക്കുക. ഇനി ഉറക്കം കിട്ടുന്നില്ല രാത്രി, സ്ലീപ്പ് അപ്നിയ, അല്ലെങ്കിൽ ഉറക്കം കിട്ടി ഉറങ്ങി ചാടി എണീക്കും, അങ്ങനെ വരുന്നതിനും നല്ലതാണ് കേയിലേൻ്റെ സ്പിനാച്ച് ഇലക്കറി. അതുകൂടാതെ മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുക, ബ്രീത്തിങ് എക്സസൈസ് രാത്രി ചെയ്യുക. ഇനി എന്താണത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞത് ഹെൽപ്സ് ഇൻ ബ്രോങ്കോ ഡൈലേഷൻ. ഈ ബ്രോങ്ക്യൂൾസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ വികസിക്കണം. കാറ്റ് ചെല്ലുമ്പോൾ അത് വികസിക്കുന്നില്ല, അതിങ്ങനെ ഷിങ്കായിരിക്കുന്നു. കാറ്റിങ്ങനെ ആയാലും അതിൽ നിറയാൻ വേണ്ടി ഇടയിൽ അത് ഇങ്ങനെ ഇലാസ്റ്റിസിറ്റി ഇങ്ങനെ വരണ്ടേ ഇല്ല. അപ്പോൾ അത് ബ്രോങ്കോ ഡൈലേഷനെ നിങ്ങൾ ഈ കേയിലോ സ്പിനാച്ചോ അല്ല അതർ ലീഫി വെജിറ്റബിൾ ആണെങ്കിൽ കഴിക്കുന്ന ആൾക്കാണെങ്കിൽ അത് വരത്തില്ല. എൻ്റെ പരിചയത്തിൽ എൻ്റെ ഒരു കക്ഷി തിരുവനന്തപുരത്തുണ്ട്. അവർ ബോംബെയിലൊക്കെ ആയിരുന്നപ്പോഴാണെന്ന് അവർക്കിത് കണ്ടത്. അവിടെ പൊള്യൂഷൻ കൂടുതലുണ്ടായിരുന്നുകൊണ്ടാണ്. അവരിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ ലങ്സ് ചുരുങ്ങുന്നു എന്ന് പറഞ്ഞ രോഗമാണെന്നായി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വേറെ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് കാണിക്കാനൊക്കെ നിർത്തി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ റേഡിയോളജിസ്റ്റിനെ കാണിക്കും. റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് അയക്കി തറയും. അപ്പോൾ അയാൾ പറഞ്ഞു തരും, അയാൾ ഡയലേഷൻ മരുന്ന് തരും. നിങ്ങൾ എന്തായാലും മാറിക്കിടും. ഇപ്പോൾ നല്ല ഇതായിട്ട് ജീവിക്കുക. ഇനി ബ്രോങ്കോ ഡയലേഷൻ. ഇനി പ്രിവെൻസ് ബ്ലഡ് ക്ലോട്ട്. അങ്ങനെയല്ലോ, ഹാർട്ട് അറ്റാക്കൊക്കെ ഒന്ന് ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് അറ്റാക്കൊന്നും വരത്തില്ല. എവിടെ? ലങ്സിൽ ബ്ലഡ് ക്ലോട്ട്. ഇപ്പോൾ ലങ്സിൽ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ കൊറോണ വൈറസ് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലോട്ട് ഉണ്ടാകും. കാര്യം നൈട്രസ് ഓക്സൈഡ് ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ രക്തം കട്ട പിടിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കില്ല ലങ്സ്, അതിനെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ മറ്റും പ്രതിയാണ് ഹാർട്ടിൽ ബ്ലഡ് ക്ലോട്ട്, ആർട്ടറി കയറി ഉണ്ടാകണം. അതുണ്ടാവില്ല. ആൻഡ് വെയിൻസിൽ ചിലപ്പോൾ വെയിൻസിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ അതും കൂടി ഇതിൽപ്പെടുത്താം. നമ്മൾ ഈ ക്ലോട്ടൊക്കെ വെരിക്കോസ് വെയിനായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും കാണും, ചില കാറിലൊക്കെ കാണില്ലേ. അപ്പോൾ അതും നമ്മൾ സ്പിനാച്ചും കേയിലും കഴിക്കുകയും ശ്വാസം മൂക്കിലൂടെ മാത്രം എടുത്ത് വിടുകയും ഓക്കെ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ ഇത് മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു നല്ല വാർത്തയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന കാര്യങ്ങളല്ലേ വേണ്ടത്. പ്രത്യേകിച്ച് കോവിഡിൽ പേടിക്കണ്ട. നിങ്ങളെല്ലാം പ്രിവെൻഷൻ ചെയ്യണം, മാസ്ക് ഇടണം, സാധനങ്ങളെല്ലാം ചെയ്തോ. അതുകൂടാതെ കേയിൽ അല്ലെങ്കിൽ സ്പിനാച്ച് കഴിക്കുക. മൂക്കിലൂടെ മാത്രം, വായിലൂടെ എടുക്കരുത്, ശ്വാസം എടുക്കരുത്. തല്ലിക്കൊരുന്നതിനെ കൊല്ലൂടാന്ന് പറഞ്ഞതിനെ പോയി പണി നോക്കി ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ നിങ്ങളെന്ത് ചെയ്യണം? ബ്രീത്തിങ് എക്സസൈസ് ഞാൻ നാളൊക്കെ പറഞ്ഞു വെച്ചാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലങ്സിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ COVID-19 പോയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, ഇതിനൊരു വകഭേദമായിട്ട് ഒരു മ്യൂട്ടേഷൻ വരും. അങ്ങനെ വന്നാൽ ഇപ്പോൾ വരും. ജാനുവരിയിൽ വരുമെന്ന് ഞാൻ പറഞ്ഞത് ഡിസംബറിൽ തന്നെ വന്നു. അധികം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ. പക്ഷേ ഇവിടെ വന്നതിൽ കേരളത്തിൽ ഇല്ല. മദ്രാസിലെങ്ങനെ 8 പേർക്ക് 6 പേർക്ക് എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ ആ വകഭേദം വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്യാൻ പോണപ്പോൾ ഈ കോവിഷീൽഡ് എന്നുള്ളത് വാക്സിൻ ചെയ്യാൻ വന്നാൽ മതി. അപ്പോൾ അതിലല്ലാതെ വേറെ വാക്സിന് വേണ്ടി പുതുതായിട്ട് കണ്ടുപിടിക്കണമെന്നൊക്കെ ആൾക്ക് വെപ്രാളം ഉണ്ടെന്ന് അതില്ല കേട്ടോ. ഇവർ തന്നെ മതി. പക്ഷേ നിങ്ങളിപ്പോൾ ആ വാക്സിൻ എടുത്താലും ഈ പറഞ്ഞ പോലെ കേയില ഇത് കഴിക്കുക, ചീര കഴിക്കുക. മൂക്കിലൂടെ മാത്രം നിർത്തിയില്ലേ, വായിലൂടെ എടുക്കുന്നത്. വായിലൂടെ നമുക്ക് സംസാരിക്കാമല്ലോ, ചീത്ത വിളിക്കാമല്ലോ, അവിടെ അതൊക്കെ പറയാമല്ലോ. മൂക്കിലൂടെ ഒന്ന് പറയാൻ വെക്കുമോ. അപ്പോൾ വർത്തമാനം പറയാൻ ഉപയോഗിക്കും, തിന്നാൻ ഉപയോഗിക്കുമായി. ശ്വാസം എടുക്കാൻ വേണ്ടി മൂക്കിന് പണിയില്ലാതെ ആക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശുഭമാവും. ഓക്കെ, ഗോഡ് ബ്ലെസ്, ബൈ.